പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. അതിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ചാനലിലേക്ക് സ്വാഗതം. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ്സിൽ ചോദിക്കുന്ന ഒരു സ്റ്റാർട്ടിംഗ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. Let f of xy equal to x square y plus 5y cube. Find the slope of f of xy in x and y direction at the point 1 minus 2. ഇതൊരു ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സ്ലോപ്പ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇൻ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ. പ്ലസ് ടുവിൽ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡി വൈ ബൈ ഡി എക്സ് ആണ് സ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞ്, ടാൻജന്റിന്റെ സ്ലോപ്പ് ഡി വൈ ബൈ ഡി എക്സ് ആണെന്നൊക്കെ നമുക്കറിയാം. അതേ സാധനം തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ, സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എഫ് എക്സ് ഓഫ് എക്സ് വൈ ആണ്. അതായത് ഡോ സെഡ് ബൈ ഡോ എക്സ് അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ്. എക്സില് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, എക്സില് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ. അതേപോലെ തന്നെ സ്ലോപ്പ് ഇൻ വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് വൈ ഓഫ് എക്സ് വൈ ആയിരിക്കും. ഇതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. ഈ ഫംഗ്ഷനെ, തന്നിട്ടുള്ള ഫംഗ്ഷനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ കിട്ടും. അതേപോലെ തന്നെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് സ്ലോപ്പ് ഇൻ വൈ ഡയറക്ഷൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ, എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ. എന്താണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ? എക്സ് സ്ക്വയർ വൈ പ്ലസ് 5y ക്യൂബ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ വിചാരിക്കണം. y ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ്, ഇവിടെ എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എക്സ് ഇല്ലാത്തതുകൊണ്ട്, വാരിയബിൾ ഇല്ലാത്ത കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് എഴുതും? അതിന്റെ ഡെറിവേറ്റീവ് 0 എന്ന് എഴുതും. ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്നത് 2x ബൈ ആയിരിക്കും എഫ് എക്സ്. ദെൻ ആ സ്ലോപ്പ് അറ്റ് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 1 മൈനസ് 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ നമുക്ക് എന്താ കിട്ടുക? എഫ് എക്സ് അറ്റ് ദാറ്റ് പോയിന്റ് 1 മൈനസ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന് പകരം 1ഉം വൈക്ക് പകരം മൈനസ് 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 4 എന്ന് കിട്ടും. ഇതാണ് സ്ലോപ്പ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇൻ എക്സ് ഡയറക്ഷൻ. മൈനസ് 4 ആണ് സ്ലോപ്പ്. അതേപോലെ തന്നെ സ്ലോപ്പ് ഇൻ വൈ ഡയറക്ഷൻ എന്തായിരിക്കും? എഫ് വൈ ആയിരിക്കും. എഫ് വൈ എസ് ഇതിനെ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ വൈ പ്ലസ് 5y ക്യൂബ് എന്ന് എഴുതും നമ്മൾ. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. എക്സ് സ്ക്വയർ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് 5 കോൺസ്റ്റന്റ് ആണ്. 5 ഇൻറ്റു വൈ ക്യൂബ്, വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3y സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 15y സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് സ്ലോപ്പ് ഇൻ വൈ ഡയറക്ഷൻ. ഈ സ്ലോപ്പ് ഇൻ വൈ ഡയറക്ഷൻ നമുക്ക് ആ പോയിന്റ് കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 മൈനസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 1 സ്ക്വയർ പ്ലസ് 15 ഇൻറ്റു മൈനസ് 2 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 15 ഇൻറ്റു 4. 15 ഇൻറ്റു 4 എത്രയാണ്? 60. 60 പ്ലസ് 1 61 എന്ന് കിട്ടും. അപ്പോ സ്ലോപ്പ് ഇൻ വൈ ഡയറക്ഷൻ ആണ് 61 ആൻഡ് സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ മൈനസ് 4. ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ സർഫസ് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ കർവ് എഫ് ഓഫ് എക്സ് വൈ ഇൻ എക്സ് ഡയറക്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്. സിമ്പിൾ ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. എഫ് എക്സും എഫ് വൈയും കണ്ടുപിടിച്ചാൽ മതി. ഇത് 2 മാർക്കിന് മുമ്പ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് തന്നെ നേരത്തെ ദിവസം നമ്മൾ ചെയ്ത പോലെ തന്നെ ഇൻ എക്സ് ഡയറക്ഷൻ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എക്സ് ഡയറക്ഷനിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ, സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ എന്താണ്? സ്ലോപ്പ് ഇൻ എക്സ് ഡയറക്ഷൻ ഡോ സെഡ് ബൈ ഡോ എക്സ് അല്ലെ? അപ്പൊ ഡോ സെഡ് ബൈ ഡോ എക്സ് നമ്മൾ കണ്ടുപിടിക്കാം. ഡോ സെഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ റൂട്ട് ഓഫ് 3x പ്ലസ് 2y. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ പ്ലസ് 2 പഠിച്ചിട്ടുള്ള ചെയിൻ റൂൾ, ഒരു ഫംഗ്ഷന്റെ അകത്ത് മറ്റൊരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ചെയിൻ റൂൾ നമ്മൾ ഉപയോഗിക്കണം. ആദ്യത്തെ ഫംഗ്ഷൻ റൂട്ട് ആണ്. റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട്. റൂട്ടിന്റെ
എന്താണോ അത് അതുപോലെ തന്നെ എഴുതാം. 3x plus 2y ഇൻറ്റു ഈ 3x plus 2y ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. 3x plus 2y ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ 3x ന്റെ ഡെറിവേറ്റീവ് 3 പ്ലസ് 2y യുടെ ഡെറിവേറ്റീവ് y എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്. എക്സിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ y എന്ന് പറഞ്ഞ വേരിയബിൾ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും 3/2 ഇൻറ്റു റൂട്ട് ഓഫ് 3x plus 2y. ഇതാണ് ഡോ സെഡ് ബൈ ഡോ എക്സ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സ്ലോപ്പ് അറ്റ് ദ പോയിന്റ് 1, 3 കണ്ടുപിടിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ ഡോ സെഡ് ബൈ ഡോ എക്സ് അറ്റ് 1, 3 കണ്ടുപിടിക്കും. അതായത് എക്സിന് പകരം 1ഉം വൈക്ക് പകരം 3ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ആൻസറിനകത്ത് 3/2 ഇൻറ്റു റൂട്ട് ഓഫ് 3 into 1 plus 2 into 3 that is equal. Substitute ചെയ്യുക. ആൻസർ നോക്കുക. 3/2 into root of 3 plus 6 that is equal to 3/2 into root 9. root 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. 2 into 3 ഇവിടെ 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 1/2 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സ്ലോപ്പ് ഓഫ് ദ സർഫസ് ഇൻ എക്സ് ഡയറക്ഷൻ അറ്റ് 1, 3. ആൻസർ എന്താ കിട്ടിയത്? നമുക്ക് 1/2. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ സർഫസ് z equal to x into e raised to minus y plus 5y in y direction at the point 4, 0. ഇത് y ഡയറക്ഷനിലുള്ള സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സ്ലോപ്പ് ഇൻ y ഡയറക്ഷൻ എന്താണ് നമ്മൾ എഴുതുന്നത്? Slope in y direction. Slope in y direction is dou z by dou y. Dou z by dou y കണ്ടുപിടിക്കുക. Dou z by dou y is equal to dou by dou y of എന്താണ് ഫംഗ്ഷൻ? x e raised to minus y plus 5y. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു y ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. x നെ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. x into e raised to minus y യുടെ ഡെറിവേറ്റീവ് എങ്ങനെയാണ്? e raised to minus y. e raised to minus y ചെയിൻ റൂൾ ഉപയോഗിക്കണം. e raised to minus y യുടെ ഡെറിവേറ്റീവ് e raised to minus y into minus y യുടെ ഡെറിവേറ്റീവ് -1. ഇതെല്ലാവരും മറന്നു പോരുത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x ആണെന്ന പോലെ തന്നെ e raised to minus x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? e raised to minus x into -1. ഇവിടെ y ആയതുകൊണ്ട് e raised to minus y into -1 plus 5y യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y 5 into 1 5 വരും. That is minus x e raised to minus y plus 5 ആണ് dou z by dou y. ഇനി നമുക്ക് സ്ലോപ്പ് അറ്റ് ദ പോയിന്റ് 4, 0 ആണ് കണ്ടുപിടിക്കേണ്ടത്. therefore നമ്മൾ എന്ത് ചെയ്യുക? ആ 4, 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. dou z by dou y at 4, 0 that is equal to x ന് പകരം 4ഉം y ക്ക് പകരം 0 ആണ് കൊടുക്കുന്നത്. -4 into e raised to minus 0 plus 5 that is equal to -4 e raised to minus 0 e raised to 0 പവർ 0 ആയിട്ട് വരികയാണെങ്കിൽ അത് എന്തായിട്ട് നമ്മൾ എഴുതും? 1 ആയിട്ട് എഴുതും. 1 plus 5 that is equal to -4 plus 5 equal to 1 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് സ്ലോപ്പ് ഇൻ y ഡയറക്ഷൻ. അപ്പൊ ഇന്ന് നമ്മൾ കണ്ടത് പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ആപ്ലിക്കേഷൻ. അതായത് 2 മാർക്കിന് ചോദിക്കാറുള്ള ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആണ്. ഇത് സ്ഥിരമായിട്ട് KTU എക്സാമിന് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ പാറ്റേൺ മാറിയതുകൊണ്ട് പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. അപ്പൊ 3 മാർക്കിനും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ ചാനൽ ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.